പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടെയും സൗഖ്യമായും സമാധാനമായും ഒക്കെ ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ സന്നിധാനത്തിൽ അല്പസമയം ഇരുപ്പാൻ്റെ കൊണ്ട് ദൈവം നമുക്ക് തരുന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 10 വേഴ്സസ് 3 and 4. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്കോട്ട്ലൻഡിൽ അനേക ഷീപ്പുണ്ട്. ഓരോ ഫീൽഡിൽ നോക്കിയാലും നമുക്ക് കാണാം. അവർ നല്ല വൈറ്റ് വൂള് പ്രദാനം ചെയ്യുന്നവരാണ്. അപ്പം നല്ല പച്ചപ്പുൽ മേടുകളിലെല്ലാം ഇവരിങ്ങനെ നിൽക്കും. ഇവരിങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കും. സന്ധ്യ ആകുമ്പോഴത്തേക്കിന് തണുപ്പ് ഒക്കെ വരുമ്പം ഇതിങ്ങളിങ്ങനെ നമ്മൾ ദൂരെ നോക്കിയാൽ വലിയൊരു വെള്ളക്കെട്ട്, ഒരു കൊച്ചു കച്ചിത്തുറു നിരത്തിയിട്ടിരിക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എനിക്കറിയാം ഇതെല്ലാം കൂടെ തണുപ്പ് വരുമ്പോൾ ഇങ്ങനെ കൂടി പിണഞ്ഞ് നിൽക്കുന്ന. ഇപ്പോൾ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എനിക്ക് ആ കാഴ്ച ഇഷ്ടമുള്ളൊരു കാഴ്ചയുമാണ്. അപ്പം ഇവർ വളരെ ഡിഫെൻസ്ലെസ് അല്ലേ. എതിർത്ത് നിൽക്കാനോ ചെറുത്ത് നിൽക്കാനോ വല്ലതും ശക്തിയുണ്ട് അതിന്. വളരെ ശാന്തരായ ആനിമൽസാണ് ഈ ഷീപ്പ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇടയ്ക്കൊക്കെ ഇത് ചിലപ്പം പ്രസവിക്കും, പക്ഷേ അതിനെ അങ്ങ് റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്റ്റ് ചെയ്യുന്ന ലാമ്പിനെ വിളിക്കുന്നതാണ് ബമ്മർ ലാംസ് എന്ന്. BUMMER LAMBS ബമ്മർ ലാംസ്. ഈ ഷെപ്പേർഡ് ഇടപെട്ട് ഈ ലാമ്പിനെ എടുത്ത് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വളർത്തിയില്ലെങ്കിൽ ഈ കൂട്ടം പിന്നെ അങ്ങ് മേഞ്ഞു പോവും. ഈ ലാമ്പ് ചത്തുപോത്തേ ഉള്ളൂ, ഈ ആട്ടുകുഞ്ഞ് ചത്തുപോത്തേ ഉള്ളൂ. ഷെപ്പേർഡല്ല, ബ്രോക്കൺ സ്പിരിറ്റുമുണ്ട്. അതുകൊണ്ട് ഈ ആട്ടിടയൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഷെപ്പേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ കുപ്പിയിൽ പാലെടുത്ത് അതിനെ ഇങ്ങനെ ഫീഡ് ചെയ്യും. പിന്നെ തീ കൂട്ടിയിട്ട് ഇതുങ്ങൾക്ക് ഇങ്ങനെ ചൂട് കൊടുക്കും. എന്നിട്ട് കൊച്ച് സോഫ്റ്റായിട്ടുള്ള ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞിട്ട് ഈ ആട്ടുകുഞ്ഞിനെ ഇങ്ങനെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കും. അപ്പോൾ ഈ ആട്ടുകുഞ്ഞിന് ഈ ഷെപ്പേർഡിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കാം. ഈ ലാമ്പ് സ്ട്രോങ് ആയി കഴിയുമ്പം, ഈ ആട്ടുകുഞ്ഞങ്ങ് സ്ട്രോങ് ആയി കഴിയുമ്പം ഈ ആട്ടിനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ പച്ചപ്പുൽമേടുകളിലേക്ക് ചെന്നിട്ട് ആ കൂട്ടത്തിൻ്റെ കൂടെ ഇതിനെ പയ്യെ അങ്ങ് ഇറക്കി വിടും. ഞാൻ പറയട്ടെ, ഈ ഫീൽഡിൻ്റെയൊക്കെ അരിയിൽ നിന്നുകൊണ്ട് അത് രാവിലെ സമയം ഈ ഷെപ്പേർഡ് ഇങ്ങനെ വിളിക്കും, ഷീപ്പ് ഷീപ്പ് ഷീപ്പ്. അവർക്കൊരൊച്ചയും ഒക്കെ അറിയാം. അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല ഇവിടെ. അതിനെ ഇങ്ങനെ വിളിക്കുമ്പോൾ ആദ്യം ഓടി അതിൻ്റെ അടുത്ത് വരുന്നത് ഈ ബമ്മർ ലാംസാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ഈ ഇടയൻ്റെ ശബ്ദം നല്ലവണ്ണം തിരിച്ചറിയാം. അതുങ്ങളെ ഒത്തിരി ഈ ഇടയൻ സ്നേഹിച്ചതുകൊണ്ടല്ല, അത് വിശ്വസിക്കുന്നു അതിനെ ആ ഇടയൻ സ്നേഹിച്ചു എന്ന്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേര് ഇന്ന് രാവിലെ കാലം വിശ്വസിക്കുന്നു നമ്മെ സ്നേഹിക്കുന്ന നല്ലൊരിടയൻ നമുക്കുണ്ട്? യഹോവ എൻ്റെ ഇടയനാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കുറിവാക്യത്തിൽ വായിച്ചത്. ഓരോന്നിനെയും പേര് ചൊല്ലി അവൻ വിളിക്കും. അവൻ്റെ ആട്ടുംകൂട്ടത്തെ അവനറിയാം. അവൻ അവയ്ക്ക് മുമ്പായി നടക്കും. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുമെന്ന്. എത്ര നല്ല അല്ലേ ഒരു കാര്യമാണ്.
ഞാൻ പറയട്ടെ, എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാനൊരു ബമ്പർ ലാമ്പായിരുന്നു. പക്ഷെ അത് ബാഡ് ന്യൂസ് ഒന്നുമല്ല കേട്ടോ, അതൊരു ബെസ്റ്റ് ന്യൂസ് തന്നെ. ഈ മെസ്സിയായിട്ട് കിടന്ന ബമ്പർ ലാംപ്സിനെ യേശു സ്നേഹിച്ചു. അതിലുപരിയായിട്ട് ഞാൻ പറയട്ടെ, വി ഡെയർ ടു ബിലീവ് ദാറ്റ് ഹീ ലവ്സ് us ഈവൻ വെൻ വി വോണ്ട് ടു ഗീവ് അപ്പ്. വിട്ടുകളയാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന സമയത്ത് പോലും നമ്മുടെ യേശു നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടും വിശ്വാസവും നമ്മുടെ ഉള്ളിൽ വന്നാൽ അതെത്ര ശ്രേഷ്ഠമാണ്. ധൈര്യത്തോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. ഏത് വിഷയത്തിൻ്റെ ആണെങ്കിലും അങ്ങേ അറ്റം പറ്റി ഇനി ഇതിൽ നിന്നൊരു കരകയറ്റമില്ലെന്ന് നീ വിശ്വസിക്കുവാണെങ്കിലും കുഞ്ഞെ, ജീവിതത്തിലേക്ക് നീ തിരിച്ചു വാ. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിൻ്റെ ശബ്ദം നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ ഉദ്ധരിക്കുന്ന, നിന്നെ പണിയുന്നതാ, നിന്നെ ജീവിപ്പിക്കുന്നതാ, നിന്നെ ഉയർത്തുന്നതാ. അവൻ്റെ ശബ്ദം കേൾക്കാൻ മേലേ തിരുവചനം എടുത്ത് വായിക്ക്. കർത്താവ് നമ്മോട് സംസാരിക്കും. അവൻ നമ്മെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. നാം അവന് കടംപെട്ടതാണ്. അവൻ നമ്മെ കരുതും. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മിസ്സിങ് ആയിട്ടുണ്ടോ അതെല്ലാം അവൻ നമുക്ക് തിരിച്ചു തരും. ആ പ്രത്യാശ നിനക്കുണ്ടോ കുഞ്ഞേ? പറ, ഉറപ്പോടെ പറ, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവളല്ല. എന്നെ കാണുന്ന 2 കണ്ണുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. നമ്മൾ ഫ്രീയാണ്. ദൈവം നമ്മുടെ ആരാ? റെസ്ക്യൂവർ, ഡെലിവറർ, ഒരു ടെൻഡർ ഷെപ്പേർഡ്. നമ്മെ അവൻ കൈകളിൽ ഏന്തിയിരിക്കുക. പറയാറില്ലേ, തള്ളയാടുകളെ ചേർത്ത് നടത്തും, കുഞ്ഞാടുകളെ തോളിലേന്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയത്തേക്ക് നടത്തും, പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തും. യാടുമിടയനുമായിട്ടുള്ള ബന്ധം നാം ഒന്ന് മനസ്സിലാക്കിയാൽ അത് വളരെ ശ്രേഷ്ഠമാണ്. അവൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ ഗുണം ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. വ്യാപരിക്കുന്നൊരു ശക്തി, നമ്മൾ വ്യാപരിക്കുന്നൊരു ശക്തി, ദൈവപൈതലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആ ശക്തി എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എത്ര വലിയ പ്രിവിലേജാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്! എത്ര വലിയ പ്രിവിലേജ് അവൻ എനിക്ക് തന്നിരിക്കുന്നത്! എത്ര വലിയ പ്രിവിലേജ് അവൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്! ആ നല്ല കർത്താവിനെ പിൻഗമിപ്പാൻ, അനുഗമിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമേ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ജീവിത കഥയുടെ എല്ലാ ഭാഗങ്ങളും നിൻ്റെ കയ്യിലുണ്ട്. ഏതെങ്കിലും ഒരു പീസ് നഷ്ടപ്പെട്ടാൽ കർത്താവേ, നീ അത് തിരിച്ച് വെച്ച് ഒട്ടിച്ച് ഞങ്ങളെ നോർമലാക്കി വഴി നടത്തി നിത്യത വരെയും കൊണ്ടുപോകുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ ഉറപ്പോടെ ജീവിപ്പാൻ, സന്തോഷത്തോടെ ആയിരിക്കാൻ എല്ലാം നീ ഞങ്ങളെ സഹായിക്കണം.
പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.